ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വെറൈറ്റി വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ കുക്കിംഗ് ചെയ്യുന്നത് ഞാനല്ല, എൻ്റെ അമ്മയാണ്. അപ്പം ഞാൻ സൈഡിൽ കൂടെ ഒരു വീഡിയോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് കണ്ടതുപോലെ കപ്പ ബിരിയാണിയാണ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. ആദ്യം തന്നെ കപ്പ ബിരിയാണിക്ക് എല്ലും പപ്പ രാവിലെ മേടിച്ചിട്ട് വന്ന് വൈകിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പം രാവിലെ പോയി എല്ല് മേടിച്ചിട്ട് വന്നു, എല്ലും കപ്പയും മേടിച്ചിട്ട് വന്നു. അപ്പം അമ്മ അത് ഞുറുക്കി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ കറുപ്പൊടിയും ഉപ്പും കൂടി കറുപ്പൊടിയും ഉപ്പിട്ട് പിന്നെ വെള്ളം കൂടെ നികമ്പം വെള്ളം ഒഴിച്ചിട്ട് അടുപ്പ് വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ അടുപ്പിൽ മീൻസ് നമ്മുടെ വിറകടുപ്പിൽ വെക്കുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്. ഗ്യാസ് അടുപ്പിൽ വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ വരും. അപ്പോൾ അമ്മ ഇറച്ചി അടുപ്പിൽ വേവിക്കാൻ വെച്ചതിന് ശേഷം കപ്പ പൊളിക്കാൻ വേണ്ടിയിട്ട് കപ്പ ആദ്യം കഴുകിയിട്ടാണ് കേട്ടോ പൊളിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണ്ണൊക്കെ അല്ലെങ്കിൽ കപ്പയിലോട്ട് പൊളിക്കുമ്പോൾ കപ്പയിലോട്ട് പറ്റും. അപ്പം അതിനേക്കാൾ നല്ലത് ആദ്യം കപ്പ കഴുകിയിട്ട് പൊളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വൃത്തിക്ക് ഇരുന്നോളൂല്ലോ. അപ്പോൾ അമ്മ കപ്പ പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. വേറൊന്നുമല്ല, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കപ്പ പൊളിച്ചതിന് ശേഷം കാണാം. അപ്പോഴത്തേക്കും അമ്മ കപ്പ പൊളിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നമ്മുടെ എല്ലിൽ നിന്നൊക്കെ ഊരി വരുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം സെറ്റായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ മറ്റേ കപ്പ പൊളിച്ച് വെച്ചതെല്ലാം കൊണ്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതും ഇതുപോലെ തന്നെ നികമ്പം തന്നെ വെള്ളം, കപ്പയുടെ ഒരു ലേശം മുകളിൽ നികമ്പം തന്നെ വെള്ളം ഒഴിച്ച് ഇത് സ്റ്റൗവിലാണ് കേട്ടോ വേവിക്കാൻ വെക്കുന്നത്. അപ്പം നമ്മൾ ഒരു അടുപ്പ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് കറി കുറച്ചും കൂടെ ആവാനുണ്ട്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ സ്റ്റൗവേ വെച്ചു. അപ്പോൾ ഇതിന് മഞ്ഞൾ മീൻസ് തേങ്ങയും കാന്താരിമുളകും പിന്നെ നമ്മുടെ ഉള്ളിയും ഇട്ട് പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സിക്കകത്ത് അരച്ചെടുക്കും. കുറച്ച് വെള്ളം എടുത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് അതൊരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് മിക്സ് ആക്കിയിട്ടാണ് അമ്മ ഇടുന്നത്. അത് കപ്പയ്ക്ക് അരച്ച സമയം കൊണ്ട് തന്നെ കപ്പ ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അമ്മ കപ്പ വെന്തിട്ട് അത് ഊറ്റി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുത്തത്. എന്നിട്ട് ആ അരപ്പെല്ലാം കൂടെ അരച്ചിട്ട് അത് കപ്പയ്ക്കകത്തോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുടയും. ജസ്റ്റ് ഒന്ന് എല്ലായിടത്തോട്ട് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് കുടഞ്ഞതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ച കറിയെ ഇതിലേക്ക് കുടഞ്ഞിടും. അത് കുടഞ്ഞിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് തവി കൊണ്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ചട്ടകല്ലല്ലോ ഇതിന് ആ ഒരു കോലും കൊണ്ട് എല്ലായിടവും കൂടെ സ്പ്രെഡ് ആവാൻ വേണ്ടി മീൻസ് എല്ലായിടത്തും കൂടെ ഒന്ന് എത്താൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് നല്ലപോലെ ഇളക്കിയെടുക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി, ഇന്നത്തെ അമ്മയുടെ റെസിപ്പി എന്ന് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. ഇന്നത്തെ അമ്മയുടെ റെസിപ്പി കപ്പ ബിരിയാണിയാണ് കേട്ടോ. നല്ല ആവി പൊങ്ങുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് 2 ആഴ്ച മുമ്പ് എടുത്ത് വെച്ച വീഡിയോ മടി കാരണമാണ് ഞാൻ ഇടാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഡിയേഴ്സ്.